ദേശാഭിമാനി ലേഖനം വന്നോ എനിക്കറിയില്ല, കോൺഗ്രസുകാർ മിണ്ടിയിട്ടില്ല. പക്ഷേ ഇന്ത്യ രാജ്യത്ത്, ഇന്ത്യയിലെമ്പാടും അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്ത് തെരുവിലേക്ക് ഇറങ്ങിയ ഒരു പാർട്ടിയുടെ പേര് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ്. ഭീമ കൊറേഗാവ് സംഭവം നമ്മൾ അറിയണം. അതില് എങ്ങനെയാണോ രോഹിത് വെമുലയെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിലേക്ക് എത്തിയത് എന്നതുപോലെ ഭീമ കൊറേഗാവ് സംഭവത്തിന്റെ പേരിൽ NIA ചുമത്തിയ ഭീകര നിയമങ്ങൾ പെടുത്തി ജയിലിലടക്കപ്പെട്ട ഹാനി ബാബുവിന്റെ മകളും ഭാര്യയും അവർ മാധ്യമങ്ങളോട് പറയുന്നു, ഞങ്ങൾക്കൊരു വേദനയുമില്ല. 12 വയസ്സുള്ള ഒരു മകള് ജയിലിലേക്ക് പോയി. 15 വയസ്സുള്ളപ്പോഴാണ് പിതാവ് ജയിലിലേക്ക് പോകുന്നത്. അവർക്ക് 22 വയസ്സുള്ളപ്പോൾ ജയിലിൽ ഇറങ്ങി വന്നപ്പോഴും അവിടെ ആ തലോജിലെ ജയിലിൽ പോയി അവരെ സ്വീകരിച്ചുകൊണ്ട് ജെനി റൊവീന എന്ന് പറയുന്ന കേരളത്തിലെ മധ്യവർഗ കുടുംബത്തിൽ പിറന്ന ഒരു പെൺകുട്ടി എന്ന പ്രൊഫസറായി ഡൽഹിയിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടി മകളുമായി പോയി ഹാനി ബാബുവിനെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ജയിലിൽ പോയത് ഞങ്ങളെ തളർത്തിയിട്ടില്ല എന്നാണ്. ജയിലിൽ പോയത്, ഹാനി ബാബു ജയിലിൽ പോയത് രാജ്യത്തെ ദളിതർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ദളിതർ വേട്ടയാടപ്പെടുന്നതിന്റെ പ്രതികരിച്ചതിന്റെ പേരിലാണ്. ഹാനി ബാബുവിന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുക്കുമ്പോൾ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ വെറുതെ ഇന്ന് ജാമ്യം കൊടുക്കാൻ കാരണം അതിന്റെ ഹാഷ് വാല്യൂ മാറി. നമ്മുടെ ദിലീപ് കേസിലാണ് നിങ്ങൾ ഹാഷ് വാല്യൂനെ കുറിച്ച് അറിയുന്നത്. അതിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് പെഗാസസിന്റെ മോഡലിൽ അങ്ങ് ഇസ്രയേലിൽ നിന്ന് എന്തോ നരേന്ദ്രമോദിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇൻപുട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ ഹാനി ബാബുവിന് ഒരു അറിവുമില്ലാത്ത സംഭവം ഗൂഢാചരണ കുറ്റം ചുമത്തി അകത്തു പോകുന്നു. എത്രയോ നേതാക്കൾ ജയിലിൽ കിടക്കുന്നത് ഞാൻ പറഞ്ഞത് ഒരാളല്ല. അബ്ദുൽ നാസർ മദനി ജയിലിൽ കിടന്നില്ലേ? ഏകദേശം 10-18 വർഷക്കാലം രാജ്യത്ത് കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ച കേരളത്തിൽ, വലതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന കേരളത്തിൽ, അപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ദളിതരെയും മുസ്ലിങ്ങളെയും വേട്ടയാടുന്ന സ്റ്റാൻസാമിയെ പോലൊരാളെ, ക്രൈസ്തവ പുരോഹിതനെ ജയിലിലിട്ട് വെള്ളം കുടിക്കാൻ അനുവദിക്കാതെ കൊന്നുകളയുന്ന ഒരു ഹിംസാത്മകമായ വംശീയ ഉന്മൂലന പദ്ധതിയുമായി നടക്കുന്ന ഒരു ഭരണകൂടത്തിന് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റ് തയ്യാറല്ല എന്നാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയുടെ തെരുവുകളിൽ ഇന്നും ഞങ്ങൾ പ്രതിഷേധത്തിലാണ്. എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യമാണ്. വിയോജനത്തിന്റെ, വിസമ്മതത്തിന്റെ, ഡിസന്റിന്റെ, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ കാണിക്കുന്ന അനീതിയാണ് എന്ന് പറയാനുള്ള ആർജവുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇന്ത്യയുടെ തെരുവിലുണ്ട്. ഞാൻ ദീർഘമാക്കുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത് അത്രമൊത്തം ചരിത്ര സന്ദർഭം ഇന്നുമുണ്ട്. വെട്ടിമാറ്റപ്പെടുന്നു നമ്മുടെ ജനാധിപത്യ അവകാശം പോലും. വോട്ട് ചെയ്ത് വിജയിച്ച സ്ഥാനാർത്ഥികളുടെയുണ്ട്, ജനപ്രതിനിധികൾ. പക്ഷെ നമ്മുടെ ജനാധിപത്യ അവകാശം കവർന്നെടുക്കുന്നു. ബീഹാറും ഹരിയാനയും ഈ രാജ്യത്ത് നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചേർന്ന് തട്ടിയെടുത്തു എന്ന പുതിയ കണക്ക് നമ്മൾ കണ്ടില്ലേ? വോട്ട് ചോരി എന്ന ഒരു മുദ്രാവാക്യം, അതിന്റെ തെളിവുകൾ ഏകദേശം 12 അടിയോളം നീളത്തിൽ അടുക്കി വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് 1 മിനിറ്റ് കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന ഈ ഡിജിറ്റൽ തെളിവ് മാസങ്ങളെടുത്ത് റിസർച്ച് ചെയ്തിട്ടാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തി ഡൽഹിയിൽ. ഇന്ത്യയിലെ മാധ്യമങ്ങളൊന്നും അത് വലിയ വാർത്തയാക്കിയില്ല. ചില മാധ്യമങ്ങൾ കേരളത്തിൽ വാർത്തയാക്കുന്നു. എവിടെയെങ്കിലും മുസ്ലിങ്ങളുടെ പേരുള്ള, എവിടെയെങ്കിലും ദളിതരുടെ പേരുള്ള വാർത്തകൾ വരുമ്പോൾ മാത്രം അന്തിച്ചർച്ച നടത്തുന്ന മാധ്യമങ്ങൾ, കേരളത്തിൽ കുടിലൂത്ത് മാധ്യമ പ്രവർത്തനം നടത്തുന്നവർ മാത്രം അത് കണ്ടില്ല. പക്ഷെ നമ്മൾ അറിയണം, തൃശൂരിൽ കേരളത്തിൽ വി സുരേഷ് ഗോപി ജയിച്ചതും ഇതേ പരിപാടി വെച്ചുകൊണ്ടാണ്. വോട്ട് ചോരി. കർണാടകയിൽ ഒരു മണ്ഡലത്തിലെ കണക്ക് വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയപ്പോൾ തൊട്ടടുത്ത ആഴ്ച അത് അന്വേഷിക്കാൻ കർണാടക ഗവൺമെന്റ് ഉത്തരവിട്ടു. പക്ഷേ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഞങ്ങൾ BJPക്ക് എതിരാണ്, ഞങ്ങൾ സംഘപരിവാറിനെതിരാണ്, ഞങ്ങൾ ന്യൂനപക്ഷങ്ങളോടൊപ്പമാണ്, ഞങ്ങൾ ജനാധിപത്യ ചേരിയിലാണ് എന്ന് പറയുന്ന സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റിന്, ആഭ്യന്തര വകുപ്പിന് തൃശൂർ അന്വേഷണം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. കഴിയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അവരുടെ കക്ഷത്താണോ ഇവരുടെ തല എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്തർധാരകൾ. അതുകൊണ്ടാണ് കേരളത്തിൽ 100 സീറ്റുകൾ SDP-ക്ക് കേരളത്തിൽ നഷ്ടപ്പെട്ടത്. കേരളത്തിലെ പല ജില്ലകളിലും നമ്മുടെ സിറ്റിംഗ് സീറ്റുകളിൽ ഈ ക്രോസ് വോട്ടുകൾ ചേർന്നുകൊണ്ടാണ് സംഘപരിവാരത്തിന്റെയും BJPയുടെയും ചിലയിടത്ത് കോൺഗ്രസിന്റെയും ഒത്താശയോടെ SDP വിജയ് തോൽക്കണം എന്ന മുക്കൂട്ട് മുന്നണി സംവിധാനം നിലവിൽ വന്നതുകൊണ്ടാണ് കേരളത്തിൽ പലയിടത്തും നമ്മൾ 12 വോട്ടിന്, 7 വോട്ടിന്, 50 വോട്ടിന്, 30 വോട്ടിന് 100-ലധികം മണ്ഡലങ്ങളിൽ നമ്മൾ അങ്ങനെയാണ് തോറ്റത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, തൃശൂരിൽ സുരേഷ് ഗോപിയെ വ്യാജമായി, ജനങ്ങളുടെ വോട്ടവകാശത്തെ വ്യാജമായി മാറ്റിയിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് ചിത്രം പുറത്തു വരുന്നു. SIR കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ
22 ലക്ഷം ആൾക്കാർ പുറത്താകുന്ന കരട് വോട്ടർ പട്ടിക പുറത്തു വന്നു. തൃശ്ശൂരിൽ 2 ലക്ഷം വോട്ടാണ് കുറഞ്ഞത്. സുരേഷ് ഗോപിക്ക് 4 ലക്ഷം വോട്ട് കിട്ടിയ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ കണക്ക് വെച്ച് ഇപ്പോൾ നോക്കുമ്പോൾ 2 ലക്ഷം വോട്ട് കുറവ് വന്നു. എങ്ങനെയായിരുന്നു? സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ, ഡ്രൈവർമാർ, അങ്ങ് തൃശ്ശൂരുള്ളവർ, അങ്ങ് തൃശ്ശൂരിന് പുറത്തുള്ളവർ, ആലത്തൂരുള്ളവർ, പാലക്കാടുള്ളവർ കൂട്ടത്തോട് വന്ന് തൃശ്ശൂർ ഫ്ളാറ്റുകളിൽ 50, 60, 70 ആൾക്കാർ വന്ന് അവിടുത്തെ ഫ്ളാറ്റുകളുടെ അഡ്രസ്സിൽ വോട്ട് ചേർത്തിട്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു. ആൾക്കാരെ കൊണ്ടുവരികയാണ്, ID കാർഡ് അവരുടെ കയ്യിലുണ്ട്. ഇങ്ങനെയാണ് തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു സീറ്റ് പോലും അവർ കൊണ്ടുപോയത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിങ്ങൾക്കറിയുമല്ലോ, ഇന്ന് BJP വിജയിച്ചിരിക്കുന്നു. ആരാണ് ഉത്തരവാദി? അവിടെ വിജയിക്കാവുന്ന സാധ്യതയുള്ള പല മണ്ഡലങ്ങളിലും ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ഫലമായി BJPയുടെ കയ്യിലേക്ക് തളികയിൽ വെച്ച് കൊടുക്കുകയായിരുന്നു. പാലക്കാട് നഗരസഭയിൽ BJPക്ക് കേവല ഭൂരിപക്ഷമില്ല, ഏറ്റവും വലിയ കക്ഷിയാണ്. പക്ഷെ അവരെ മാറ്റി നിർത്താൻ ഞങ്ങൾ പറഞ്ഞു, SDP പറഞ്ഞു, കേരളത്തിൽ എവിടെയെങ്കിലും BJP ഭരണത്തിൽ വരാതിരിക്കാൻ LDFും UDFും ഇവിടെ ഒരു ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ ചില പഞ്ചായത്തുകളിലും പാലക്കാട് മുനിസിപ്പാലിറ്റി അടക്കം അത് വിജയിപ്പിക്കാൻ കഴിയും. പക്ഷെ അവർ ചെയ്തില്ല. പാലക്കാട് LDFും UDFും വിചാരിച്ചാൽ ഒരു പൊതു ആളെ നിർത്തിക്കൊണ്ട് അവിടെ വേണമെങ്കിൽ BJPയെ മാറ്റി നിർത്താം. എന്താ അവർ തയ്യാറാകുന്നത്? തൃപ്പൂണിത്തുറയിലെ മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായ അക്കൗണ്ട് അവിടെ ഭരിക്കാൻ കേവല ഭൂരിപക്ഷത്തെ BJP കഴിഞ്ഞു. എങ്ങനെയാണ് സംഭവിച്ചത്? തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ LDFും UDFും ഇനി അവിടെ ജയിച്ചു വന്നൊരു സ്വതന്ത്രനെങ്കിലും മുന്നിൽ നിർത്തിക്കൊണ്ട് BJPയെ മാറ്റി നിർത്താനുള്ള ആർജവം കാണിച്ചിരുന്നെങ്കിൽ തൃപ്പൂണിത്തുറയിൽ ചരിത്ര ചിത്രം മറ്റൊന്നാകുമായിരുന്നു. പല സ്ഥലങ്ങളിലും അതാണ്. എന്ന് പറഞ്ഞാൽ എന്താ? സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു അന്വേഷണം നടത്താൻ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന് കഴിയുമെന്നിരിക്കെ ആ അന്വേഷണത്തിൽ പോയില്ല. VS സുനിൽകുമാർ എന്ന് പറയുന്ന പഴയ മന്ത്രിയുടെ, സുരേഷ് ഗോപിയുടെ തോറ്റുപോയ CPIയുടെ മന്ത്രിയായിരുന്ന VS സുനിൽകുമാറിന്റെ വിലാപം പോലും കേൾക്കാൻ കേരളത്തിലെ CPMന് കഴിഞ്ഞില്ല. എന്നിട്ടോ ഇവിടെ അങ്ങനൊന്നും കേരളത്തിൽ അപരമത വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാളെ കേരളത്തിൽ അയ്യപ്പ സംഗമത്തിലേക്ക് സ്വന്തം കാറിൽ കയറ്റിക്കൊണ്ടു വന്നത് പോലും ഇന്ന് പിണറായി വിജയൻ ന്യായീകരിക്കുകയാണ്.